നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. താഴത്തെ ചുണ്ട് ഇതുപോലെ ഒന്ന് താഴത്തോട്ട് വലിച്ചിട്ട് താഴത്തെ പല്ലുകളൊന്ന് നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് മോണ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ജിഞ്ചവൽ റിസിഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ലിന് പുളിപ്പ് വരാനും അതുപോലെ ബ്രഷിങ് ചെയ്യുമ്പോൾ ബ്ലഡ് വരാനും സാധ്യത ഏറെയാണ്. ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓവർ ബ്രഷിങ് കൊണ്ട് വരാം, നിര തെറ്റിയ പല്ലുകൾ കൊണ്ട് വരാം, അല്ലെങ്കിൽ മോണരോഗത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിലും വരാം. ഈ കണ്ടീഷന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ശരിയാക്കാം. പക്ഷെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പല്ല് നഷ്ടപ്പെടാനും കാരണമാവാം. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ജിഞ്ചവൽ റിസിഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. താഴത്തെ ചുണ്ട് ഇതുപോലെ ഒന്ന് താഴത്തോട്ട് വലിച്ചിട്ട് താഴത്തെ പല്ലുകളൊന്ന് നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് മോണ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ജിഞ്ചവൽ റിസിഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ലിന് പുളിപ്പ് വരാനും അതുപോലെ ബ്രഷിങ് ചെയ്യുമ്പോൾ ബ്ലഡ് വരാനും സാധ്യത ഏറെയാണ്. ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓവർ ബ്രഷിങ് കൊണ്ട് വരാം, നിര തെറ്റിയ പല്ലുകൾ കൊണ്ട് വരാം, അല്ലെങ്കിൽ മോണരോഗത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിലും വരാം. ഈ കണ്ടീഷന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ശരിയാക്കാം. പക്ഷെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പല്ല് നഷ്ടപ്പെടാനും കാരണമാവാം. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ജിഞ്ചവൽ റിസിഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.